പുരോഹിത ദർശനത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി ബഹുമാനനായ മനു വർഗീസ് അച്ഛനാണ്. അച്ഛൻ തുമ്പമണ്ണിലുള്ള ശ്രേയസിൻ്റെ ഡയറക്ടറായി വർക്ക് ചെയ്യുന്നു. ഒപ്പം തന്നെ ക്രൈസ്റ്റ് മാർത്തോമ ചർച്ചിൻ്റെ വികാരിയായിട്ട് അച്ഛൻ സേവനം ചെയ്യുന്നു. അച്ഛ നമസ്കാരം, സ്വാഗതം. നമസ്കാരം അച്ഛൻ. ബഹുമാനപ്പെട്ട അച്ഛനെ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് വരാനിടയായ കാരണം എങ്ങനെയാണ് അച്ഛൻ ഈ ശുശ്രൂഷയിലേക്ക് വന്നത്? പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് വരുന്നതിന് പ്രത്യേകമായൊരു സംഭവമോ ഒരു അനുഭവമോ പറയാനായില്ല. എന്നാൽ എൻ്റെ ഓർമ്മ വച്ച കാലം മുതൽ എൻ്റെ മനസ്സിലുള്ള വലിയൊരു ആഗ്രഹവും പ്രതീക്ഷയുമായിരുന്നു വൈദികനാകുക, പട്ടക്കാരനാകുക എന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ദേവാലയവുമായുള്ള ബന്ധം, എൻ്റെ സൺഡേ സ്കൂളിൽ നിന്ന് ലഭിച്ച അനുഭവങ്ങൾ, അതിനപ്പുറം എൻ്റെ ഭവനത്തിൽ നിന്ന്, പ്രത്യേകിച്ച് എൻ്റെ മാതാവിൽ നിന്ന് ലഭിച്ച വലിയ പിന്തുണ, ഇതൊക്കെ എന്നെ ഈ ശുശ്രൂഷയിലേക്ക് നയിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേകമായ അനുഭവം പറയാനില്ലെങ്കിലും ഇതൊക്കെ അതിനെ സഹായിച്ച ഘടകങ്ങളാണ്. ഓക്കെ അച്ഛാ, മാതാപിതാക്കൾ ചെറുപ്പത്തിൽ സ്വാധീനിച്ചിരുന്നു. പിന്നീട് പിതാവിൻ്റെ വേർപാടിന് ശേഷം അമ്മയുടെ കരുതലുണ്ടായിരുന്നു. അതിനെപ്പറ്റി അച്ഛനൊന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായും. പിതാവ് എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ പിതാവിൽ നിന്നുള്ള അങ്ങനെ നിരന്തരമായ ഒരു സഹായങ്ങൾ എന്ന നിലയ്ക്ക് ഈ ശുശ്രൂഷയിലേക്ക് വരുന്നതിനുള്ള സഹായങ്ങൾ പിതാവിൽ നിന്ന് ആ രീതിയിൽ ലഭിച്ചിട്ടില്ല. പ്രാർത്ഥനയും പിന്തുണയും ഉണ്ടായിരുന്നു. എങ്കിലും ഈ ശുശ്രൂഷയിലേക്ക് എന്നെ അനുദിനം നയിച്ചത് തീർച്ചയായും മാതാവ് തന്നെയാണ്. മാതാവ് എൻ്റെ ദേവാലയത്തിലെ സേവികാ സംഘവും പ്രാർത്ഥനാക്കൂട്ടവുമായുള്ള ബന്ധത്തിൽ തന്നെയാണ് വളർന്നത്. പിതാവ് ദൂരെയായതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്ത് എന്നെ വളർത്തിയതും എന്നെ രൂപപ്പെടുത്തിയതും മാതാവ് തന്നെയാണ്. ഞങ്ങളുടെ കുടുംബത്തെ രൂപപ്പെടുത്തിയത് മാതാവ് തന്നെയാണ്. ആ മാതാവിൻ്റെ സഹായങ്ങൾ, പ്രാർത്ഥനകൾ ധാരാളമായിരുന്നു. അത് എൻ്റെ വളർച്ചയിൽ, എൻ്റെ കൊച്ചു നാൾ മുതൽ ഞാൻ കണ്ടുവന്നതും കേട്ടുവന്നതും എൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥനയും മാതാവിനോടൊപ്പം സേവികാ സംഘത്തിൽ പങ്കെടുത്തത് ആണ് എൻ്റെ ആദ്യത്തെ അനുഭവം. ആദ്യമായി ഞാൻ എൻ്റെ ദേവാലയത്തിലെ ഒരു പ്രാർത്ഥനാ കൂട്ടത്തിൽ പങ്കെടുക്കുന്നത് അത് സേവികാ സംഘത്തിനാണ്, സൺഡേ സ്കൂളിന് മുമ്പേ. കാരണം എൻ്റെ മാതാവ് സേവികാ സംഘത്തിന് പോകുമ്പോൾ കൂടെ പോകുമായിരുന്നു. അങ്ങനെയാണ് ഞാനൊരു പ്രാർത്ഥനയിലേക്കും ഈ ഒരു ശുശ്രൂഷയിലേക്കുമൊക്കെ രൂപപ്പെട്ടു വരുന്നത്. അപ്പോൾ എൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥനയും നിരന്തരമായ പ്രോത്സാഹനവും ഒക്കെയാണ് തീർച്ചയായും ഈ ഒരു ശുശ്രൂഷയിലേക്ക്. ഓക്കെ അച്ഛ, സൺഡേ സ്കൂൾ അച്ഛൻ ചെറുപ്പം മുതൽ പോയിരുന്നു. അമ്മയുടെ കൂടെ സേവ്യാ സംഘത്തിലൊക്കെ പോയത് പറഞ്ഞല്ലോ. സൺഡേ സ്കൂൾ എങ്ങനെയാണ് അച്ഛനെ? തീർച്ചയായിട്ടും എൻ്റെ മാതൃ ഇടവക കമ്പങ്കോട് ഓൾ സെയിൻസ് മാർത്തോമ ഇടവകയാണ്. ആ ഇടവകയിൽ നിന്ന് ഞങ്ങൾ 9 പട്ടക്കാർ ഇന്ന് ശുശ്രൂഷയിലുണ്ട്. ഈ 9 പട്ടക്കാരുടെയും വളർച്ചയിൽ സൺഡേ സ്കൂളിന് വലിയ പങ്കുണ്ട്. ഒരു കുഞ്ഞിനെ, ഒരു വിദ്യാർത്ഥിയെ ഇവൻ പട്ടക്കാരനാകാൻ കൊള്ളാം എന്ന് ആദ്യം തിരിച്ചറിയുന്നത് സൺഡേ സ്കൂളാണ്. അത് എൻ്റെ ഇടവക മാത്രമല്ല, എല്ലാ ഇടവകളിലും. അങ്ങനെ തിരിച്ചറിവുണ്ടായി കഴിഞ്ഞാൽ നിരന്തരം സൺഡേ സ്കൂൾ, പ്രത്യേകിച്ച് എൻ്റെ സൺഡേ സ്കൂൾ അധ്യാപകർ നിരന്തരം ഓർമ്മപ്പെടുത്തുമായിരുന്നു, നീ പട്ടക്കാരനാകാനാണ്, നീ സഭയിൽ വൈദികനാകാനുള്ള ആളാണ്. ഇത് വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ എന്ത് കാര്യം പിന്നീട് ചെയ്യുമ്പോഴും അറിയാതെയും അറിഞ്ഞും നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഈ ഒരു വലിയ ചിന്തയുണ്ട്, നീ പട്ടക്കാരനാകാനുള്ളതാണ്. ഈ ചിന്ത പകർന്നു നൽകുന്നത് സൺഡേ സ്കൂളാണ്. അത് പ്രത്യേകിച്ച് എൻ്റെ സൺഡേ സ്കൂൾ അങ്ങനെ പകർന്നു നൽകിയാണ് ഞങ്ങളിൽ പലരെയും രൂപപ്പെടുത്തിയത്. എൻ്റെ സൺഡേ സ്കൂൾ പഠനകാലവും അങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ അധ്യാപകർ എന്നോട് പറയുമായിരുന്നു, നീ പട്ടക്കാരനാകണം എന്നുള്ളത്. അച്ഛാ, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ സൺഡേ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. യുവജനങ്ങളായി കഴിയുമ്പോൾ അവർക്ക് അധികം ബന്ധമില്ലാതെ പോകുന്നു. എസ്പെഷ്യലി മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ്, അച്ഛനറിയാമല്ലോ, മാധ്യമങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ സംടൈംസ് ദേ ആർ എവേ ഫ്രം ദി ചർച്ച്, അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാകുന്നുണ്ട്? സൺഡേ സ്കൂൾ എങ്ങനെയും പോകുന്നു, പിന്നെ ഹയർ സ്റ്റഡീസിന് പോകുന്ന സമയത്തൊക്കെ അവർ കൈവിട്ടു പോകുന്നു എന്ന് പറയാറുണ്ട്. അതൊരു പ്രസ്താവനയാണോ, യാഥാർത്ഥ്യമാണോ? അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾക്ക് അവരുടെ ഒരു ചെറുപ്രായത്തിൽ മാത്രമേ ലഭിക്കുന്നുള്ളൂ. അതുതന്നെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ ലഭിക്കുന്നുമില്ല. നമ്മുടെ വലിയ ഇടവകകൾ പോലും സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളുടെ എണ്ണം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ്. ആ ഉള്ള കുഞ്ഞുങ്ങൾ തന്നെ നമുക്ക് ലഭിക്കുന്നത് വളരെ ചുരുക്കം ചില സമയത്ത് മാത്രമേ ഉള്ളൂ. അത് കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. തീർച്ചയായും നമ്മുടെ സൺഡേ സ്കൂൾ അതനുസരിച്ച് മാറേണ്ടതുണ്ട്, അതിന് സംശയമില്ല. എങ്കിൽ പോലും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സൺഡേ സ്കൂളിൽ അപ്പോൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അങ്ങനെ മാറുന്ന ലോകത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് നമ്മുടെ സൺഡേ സ്കൂൾ ചെയ്യുന്നത്. എന്നാൽ കാലത്തിൻ്റെ പ്രത്യേകതകൾ തീർച്ചയായിട്ടുമുണ്ട്. അച്ഛൻ ഓർപ്പിച്ചതുപോലെ തന്നെ
മീഡിയയുടെ വലിയൊരു ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും അത് നമ്മുടെ എല്ലാ മേഖലകളിലും ഉള്ളതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ മേഖലകളിലുമുണ്ട്. കുഞ്ഞുങ്ങൾ അതിലേക്ക് വളരെയധികം ആകൃഷ്ടരായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ വളർന്നു വന്ന കാലത്തിൽ നിന്ന് വ്യത്യസ്തമായ കാലമാണിത്. നമ്മൾ ഈ കാലത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെടുകയാണ്. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ കാലത്തിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങളാണ്, അല്ലെങ്കിൽ ജനിച്ച കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഈ ജനിച്ച ലോകം, നമ്മൾ മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്ന ലോകം, അത് നമുക്ക് മനസ്സിലാക്കുന്നത് താമസമാണ്, പ്രയാസമാണ്. എന്നാൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായും കുഞ്ഞുങ്ങളെ കുറച്ചുകൂടെ ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്നാൽ കാലത്തിൻ്റെ പ്രത്യേകതകൾ, പ്രത്യേകിച്ച് മൈഗ്രേഷൻ പോലെയുള്ള ഒരു വലിയ സാമൂഹിക പ്രതിഭാസം, ഈ പ്രതിഭാസത്തിൽ ഇന്ന് സഭകൾ, എല്ലാ സഭകളും, പ്രത്യേകിച്ച് കേരളത്തിലെ സഭകളൊക്കെ പകച്ചു നിൽക്കുന്നൊരു കാലമാണ്. എന്നാൽ ഇതിൻ്റെ സാധ്യതകളെ കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. സാധാരണ പറയാറുണ്ട് സീനിയേഴ്സ് ആൻഡ് യൂത്ത് അവർ തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഞാനൊക്കെ സീനിയർ ആണെങ്കിൽ പോലും എനിക്ക് അങ്ങനെ വലിയ ഫീൽ ചെയ്യില്ല, കാരണം നമ്മൾ ഇടപെടാറുണ്ട്. ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ അതെങ്ങനെ നികത്താനാവും? അച്ഛൻ ഇപ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു സമൂഹത്തിലേക്കാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ ജീവിച്ച് കഴിയാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നില്ലേ? അതിനോട് എന്താ പ്രതികരിക്കാനുള്ളത്? ഈ ഒരു ഗ്യാപ്പ് എല്ലാ കാലത്തിനുമുള്ള ഗ്യാപ്പാണ്. എല്ലാ കാലത്തിലും ഓരോ വർഷം മുന്നോട്ട് പോകും തോറും പുറകിൽ വരുന്നവരുമായി നമുക്കൊരു ഗ്യാപ്പ് ഉണ്ടാകാറുണ്ട്. അതിന് സംശയമൊന്നുമില്ല. പുറകിൽ വരുന്ന തലമുറയുടെ കാലത്തെ മനസ്സിലാക്കുന്നതിൽ മുന്നോട്ട് പോയ തലമുറകൾക്ക് താമസമയമെടുക്കും, അതിന് സംശയമൊന്നുമില്ല. ആ ഗ്യാപ്പ് അതൊരു റിയാലിറ്റിയാണ്, അതെല്ലാ സമയത്തുമുണ്ട്. എന്നാൽ ഇന്നത്തെ പ്രത്യേകത ആ ഗ്യാപ്പ് വളരെ വലുതാണെന്നുള്ളതാണ്. കാരണം ഇന്ന് നമുക്കറിയാം മാറ്റങ്ങൾ ഉണ്ടാകുന്നത് വളരെ പെട്ടെന്നാണ്. ആ മാറ്റങ്ങളെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പുതിയ തലമുറയ്ക്ക് സാധിക്കുമ്പോൾ കുറച്ചുകൂടെ പഴയ തലമുറകൾ കാരണം അവർ കണ്ടുവന്ന മാറ്റത്തിന് പോലും ഒരു സ്ലോ ആൻഡ് സ്റ്റഡി ആയിരുന്നു. എന്നാൽ ഇന്ന് തലമുറകൾ മാറ്റം വളരെ പെട്ടെന്നായതുകൊണ്ട് തന്നെ ആ മാറ്റത്തിനെ ഉൾക്കൊള്ളുന്നതിന് പഴയ തലമുറയ്ക്ക് പ്രയാസമുണ്ടാകുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഭാഷ പോലും നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, അവരുടെ ഭാഷ, ലാംഗ്വേജ് അതൊക്കെ മനസ്സിലാക്കുന്നതിൽ വളരെ പ്രയാസമുണ്ട്. ഇത് നമ്മൾ വളരെ പർപ്പസ്ഫുള്ളി അതിലേക്ക് ശ്രമിക്കുകയും അങ്ങനെ നമ്മളെ തന്നെ ആ ഒരു കാലത്തിലേക്ക് ഒന്ന് മൈഗ്രേറ്റ് ചെയ്യാൻ നമ്മൾ തന്നെ ശ്രമിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. തീർച്ചയായും പട്ടക്കാർ എന്ന നിലയ്ക്ക് നമുക്കത് വലിയ ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാലം തിരിച്ചറിയുന്നതിനും അവരുടെ ഭാഷ തിരിച്ചറിയുന്നതിനും ആ ഭാഷയിൽ ഒരുപക്ഷെ അവരോട് സംഭാഷിക്കാൻ നമുക്ക് സാധിച്ചാൽ അവരെ കുറച്ചുകൂടെ അവരുമായി ഇടപെടാൻ നമുക്ക് ഒക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കുഞ്ഞുങ്ങൾ നമ്മളെ വിശ്വാസത്തിലെടുക്കും, അതിന് യാതൊരു സംശയമില്ല. അവരോട് അവരുടെ ലാംഗ്വേജിൽ, അവരുടെ ഒരു ചുറ്റുപാടുകൾ സംസാരിക്കാൻ നമുക്ക് സാധിച്ചാൽ, അത് നമുക്ക് മനസ്സിലാക്കുന്നു എന്ന് സാധിച്ചാൽ തീർച്ചയായും അവർ നമ്മളോട് അടുക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ യുവജനങ്ങൾ പുരോഹിതന്മാരെ മാനിക്കുന്നുണ്ടോ, അവരെ കരുതുന്നുണ്ടോ എന്ന് വെച്ചാൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാൻ തയ്യാറാവുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും നമ്മളെയൊക്കെ സ്വാധീനിച്ചത് പള്ളിമുറ്റങ്ങളും പുരോഹിതന്മാരുമായിരുന്നു. വൈദികൻ്റെ ഒരു സ്വാധീനം ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ട് അടുക്കുമായിരുന്നു, അച്ഛനോട് മിണ്ടാൻ താല്പര്യം കാണിക്കുമായിരുന്നു. ഇന്നെങ്ങനെയാണത് നടക്കുന്നത്? ഞാൻ ഉൾപ്പെടെ, അച്ഛൻ എന്നെക്കാളും സീനിയറാണ്, എന്നാൽ എൻ്റെ കാലം, ഞാൻ ഉൾപ്പെടെ വളർന്നു വന്ന കാലത്തിൽ നമുക്കുണ്ടായിരുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം എന്ന് പറയുന്നത് പോലും പള്ളിയുമായി ബന്ധപ്പെട്ടായിരുന്നു. അന്ന് അതായിരുന്നു ഒരു സാധ്യത. എന്നാൽ ഇന്ന് സാധ്യതകൾ ധാരാളമാണ്. നമ്മുടെ ഒരു ഇടപെടലിനുള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കൽ പള്ളിയായിരുന്നു പ്രധാനം. കാരണം ഒരു കൊച്ചു ഗ്രാമത്തിൽ വളർന്നു വരുന്നവരെ സംബന്ധിച്ച് ആ ഗ്രാമത്തിൻ്റെ ഒരു നടുമുറ്റം ആണ് മിക്കവാറും എല്ലാ പള്ളികളും. അപ്പോൾ അവിടെ നമുക്ക് ഒരുമിച്ച് കൂടുന്നതിനും സംഭാഷിക്കുന്നതിനും കളിക്കുന്നതിനുമൊക്കെയുള്ള അവസരം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ അവസരങ്ങൾ ഉള്ളപ്പോൾ തന്നെ അതിനേക്കാളും കുറച്ചുകൂടെ ആകർഷകമായ അവസരങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുമ്പോൾ അതൊരു സ്വാഭാവികമാണ്. മറ്റ് ആകർഷകമായ അനുഭവങ്ങളിലേക്ക് കുഞ്ഞുങ്ങൾ പോവുക. നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ ഒരു കാലം എന്ന് പറയുന്നത് അച്ഛൻ പഠിച്ചത് വിഷ്വൽ മീഡിയയുടെ കാലമാണ്. അപ്പോൾ ആ വിഷ്വൽ മീഡിയയുടെ കാലത്തിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആകർഷണങ്ങളിലേക്ക് യുവജനങ്ങൾ പോകുന്നതിൽ നമുക്കൊന്നും തെറ്റു പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഒരുപക്ഷെ അങ്ങനെയുള്ള സാധ്യതകൾ, നമ്മുടെ സൈബർ ഇടങ്ങൾ പോലെയുള്ള പുതിയ സോഷ്യൽ മീഡിയ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളുള്ളപ്പോൾ തീർച്ചയായും അതിലേക്ക് കുഞ്ഞുങ്ങൾ ആകർഷിക്കപ്പെടാം. ഇന്ന് നമ്മുടെ പട്ടക്കാരിൽ തന്നെ, നമ്മുടെ ശുശ്രൂഷകളിൽ തന്നെ ആ ഇടങ്ങളെ വളരെ ക്രിയാത്മകമായി ഉപയോഗിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവർ ആ കുഞ്ഞുങ്ങളോടൊക്കെ സംവദിക്കുന്നുണ്ട്, യാതൊരു സംശയമില്ല. നമ്മുടെ ഇടങ്ങളിൽ ഞാൻ അത്രമാത്രം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് ഉപയോഗിക്കുന്ന ആളല്ല, എന്നാൽ അത് ഉപയോഗിക്കുന്ന വൈദികരെ വളരെ ആദരവോട് കാണുന്ന ആളാണ്. അവർ വളരെ ക്രിയാത്മകമായി ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ
തന്നെ അവർ ഇടപെടുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഇന്നത്തെ പൊതു ഇടങ്ങൾ എന്ന് പറയുന്നത് ഈ സൈബർ ഇടങ്ങളാണ്, സോഷ്യൽ മീഡിയ ഇടങ്ങളാണ്. അതിനെ കുറച്ചുകൂടെ ഉപയോഗിക്കാൻ അതെൻ്റെ ഒരു പരിമിതിയാണ്. എന്നാൽ ആ പരിമിതി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, അതിൽ കുറച്ചുകൂടെ ഉപയോഗിച്ചുകൊണ്ട് അതിൽ ഇടപെടാൻ, കുഞ്ഞുങ്ങളോടൊക്കെ യുവജനങ്ങളോട് ഇടപെടാൻ സാധിച്ചാൽ വളരെ അർത്ഥവത്തായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അച്ഛനെ സ്വാധീനിച്ച സൺഡേ സ്കൂൾ അധ്യാപകരുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ചെറുപ്പത്തിൽ ആ സൺഡേ സ്കൂൾ അധ്യാപകർ അച്ഛനെ സ്വാധീനിച്ചത്? എന്താണ് അതിൻ്റെ അച്ഛൻ്റെ ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നത്? തീർച്ചയായും എൻ്റെ സൺഡേ സ്കൂൾ അധ്യാപകരിൽ എന്നെ സ്വാധീനിച്ച കുറേയധികം ആളുകളുണ്ട്. എന്നെ കൂടുതൽ പഠിപ്പിച്ച എൻ്റെ അധ്യാപകരുണ്ട്. 1-2 പേരുടെ പേരുകൾ ഞാൻ പറയുന്നത് സന്തോഷമാണ്. ഒന്ന്, എൻ്റെ പിതാവിൻ്റെ സഹോദരൻ തന്നെയാണ് ഒരു എൽ കുഞ്ഞു എന്ന് പറയുന്ന ഞങ്ങളുടെ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററായിരുന്നു. കുഞ്ഞുച്ചാൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. കുഞ്ഞുച്ചാൻ ഞങ്ങളെയൊക്കെ വളരെയധികം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പട്ടക്കാരനാകണം എന്ന് പറഞ്ഞ് ആ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. മറ്റൊന്നൊരു രാജൻ ചാനായിരുന്നു, രാജൻ സാറ്. അദ്ദേഹം എന്നെ 3 വർഷം പഠിപ്പിച്ച ആളാണ്. അദ്ദേഹം പഠിപ്പിച്ചത് എനിക്കിപ്പോഴും വളരെ സന്തോഷത്തോടെ ഞാൻ ഓർക്കുന്നതാണ്. വളരെ ഞങ്ങളെ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയും അത് വേദപുസ്തകത്തിൽ നിന്നും മറ്റ് പല ഈ പഠിപ്പിക്കുന്ന ഭാഗങ്ങളിൽ നിന്നുള്ള ചിന്തിക്കുന്നതിന് ഒക്കെ ഞങ്ങളെ പ്രേരിപ്പിക്കുകയും വളരെ ഫ്രണ്ട്ലി ആയി ഇടപെടുകയും നല്ല ചോദ്യങ്ങൾ ഞങ്ങളോട് ചോദിക്കുകയും ഒക്കെ ചെയ്ത ആളാണ്. അതുകൊണ്ട് അവരെ രണ്ടുപേരെയും ഞാൻ വളരെ സന്തോഷത്തോടെ ഇന്നും ഓർക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അച്ഛനൊരു അധ്യാപകനായിരുന്നു. ധർമ്മജ്യോതി വിദ്യാപീഠ് സെമിനാരിയിലെ അധ്യാപകനായിരുന്നു. പഴയ നിയമം പഠിപ്പിച്ച അധ്യാപകൻ. ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മളെ എപ്പോഴും ഒരുമിച്ച് അവിടെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു. ആസ് എ ടീച്ചർ ആൻഡ് ആസ് എ പ്രൊഫസർ എങ്ങനെയാണ് അച്ഛന് അന്നത്തെ ഒരു കാലഘട്ടത്തെ കാണുന്നത്? പഠിപ്പിക്കുന്നത് കൊണ്ട് സുഖമുണ്ടായിരുന്നല്ലോ എന്ന് നമ്മൾ പറയാറുണ്ട്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഞാൻ ഇന്നും വളരെയധികം സന്തോഷത്തോടെ കാണുന്ന ഒരു 4 വർഷമാണ് ധർമ്മജ്യോതി വിദ്യാപീഠിലെ താമസവും അവിടുത്തെ ശുശ്രൂഷയും. പഠിപ്പിക്കുക എന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ സന്തോഷത്തോടെ കാണുന്ന ഒരു ശുശ്രൂഷയാണ്. ഇന്നും എനിക്ക് അതിനെ വളരെ ബഹുമാനത്തോടെയും സന്തോഷത്തോടെയും കാണുന്ന ഒരു ശുശ്രൂഷ തന്നെയാണ്. ധർമ്മജ്യോതിയിലെ ജീവിതം അച്ഛനും അറിയാമല്ലോ. അച്ഛൻ വരുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ വളരെ സന്തോഷത്തോടെ അവിടുത്തെ കുറച്ച് വില്ലേജ് റൂറൽ സെറ്റപ്പിലുള്ള ഒരു സെമിനാരി, ടൗണിൽ നിന്നൊക്കെ മാറിയുള്ള ഒരു സെമിനാരി, അവിടുത്തെ വിദ്യാർത്ഥികളും അവിടെ താമസിക്കുന്ന അധ്യാപകരും തമ്മിലുണ്ടാകുന്ന ഒരു നല്ല ബന്ധം. കാരണം അങ്ങനെ ബന്ധങ്ങൾ സ്ഥാപിച്ചേ സാധിക്കുകയുള്ളായിരുന്നു. കാരണം കുറച്ച് മാറി, കേരളത്തിൽ നിന്നൊക്കെ മാറി, ഈവൻ ടൗണിൽ നിന്നൊക്കെ കുറച്ച് മാറിയുള്ള ആ ഒരു സെമിനാരിയിൽ അങ്ങനെ നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകുവാൻ സാധിച്ചിട്ടുണ്ട്. അധ്യാപകർ തമ്മിൽ അവിടെ ഞങ്ങൾ താമസിച്ച് ഒരുമിച്ചിരുന്ന അച്ഛന്മാരൊക്കെ തമ്മിൽ വളരെ നല്ല ബന്ധത്തിലാണ് മുന്നോട്ട് പോയത്. പഠിപ്പിക്കുക എന്ന് പറയുന്നത് തീർച്ചയായും പഠിക്കുന്നതിന് ഏറ്റവും നല്ല ഉപാധി പഠിപ്പിക്കുക എന്ന് പറയുന്നതാണ്. ഞാൻ അതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഏറ്റവും കൂടുതൽ പഠിച്ചത് ഞാൻ പഠിപ്പിച്ചപ്പോഴാണ്. ഒരു നല്ല അധ്യാപകൻ എന്ന് പറയുന്നത് ഒരു നല്ല വിദ്യാർത്ഥി കൂടി ആയിരിക്കണമല്ലോ. നല്ല വിദ്യാർത്ഥിയാകാൻ ഒക്കില്ലെങ്കിൽ തീർച്ചയായും നല്ല അധ്യാപകനാകാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ അന്ന് പഠിപ്പിച്ചു എന്നുള്ളതിനേക്കാൾ അപ്പുറം എനിക്ക് പറയാൻ സാധിക്കുന്നത് ഞാൻ പഠിച്ചു എന്നുള്ളതാണ്. 4 വർഷം ഞാനും അവരോടൊപ്പം അവിടെ വിദ്യാർത്ഥികളോട്, അവിടുത്തെ അധ്യാപകരോട്, അവിടുത്തെ പ്രിൻസിപ്പൽമാരോടൊക്കെ ചേർന്ന് ഞാനും 4 വർഷം പഠിക്കുകയായിരുന്നു. വളരെ സന്തോഷമുള്ള കാലമായിരുന്നു. അച്ഛൻ നമ്മൾ ജീവിക്കുന്ന പശ്ചാത്തലത്തിൽ എൻ്റെ ചെറുപ്പനാളിലേക്കൊക്കെ ഞാൻ പോവുകയാണ്. നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി വർക്ക് ചെയ്യാനായിട്ടും ഒരുമിച്ച് ജീവിക്കാനായിട്ടും കഴിഞ്ഞൊരു സാഹചര്യം ഉണ്ടായി. ഇന്ന് ഈ ഒരു മതസൗഹാർദ്ദം തകരുന്നില്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സൗഹാർദ്ദങ്ങളൊക്കെ തകർന്ന അക്രമം ഉണ്ടാകുന്നത്? എന്നെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നമ്മൾ വളരെ ആദരവോടെ കണ്ടിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. മലയാളികൾ ഒരുമിച്ച് ഒരുമയോടെ ജീവിച്ചവരാണ്. മതം, അവരവരുടെ വിശ്വാസം, അത് മറ്റുള്ളവരുടെ വിശ്വാസത്തെ തകർത്തുകൊണ്ടായിരുന്നില്ല ഒരു കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നത്. പറയാറുണ്ടല്ലോ, മതം ആകുന്നൊരു കാലമാണ് ഇന്ന് എന്ന്. മതപ്പാടിൻ്റെ കാലമാണ്. മതം എന്ന് പറയുന്നത് ഇന്ന് മനുഷ്യനെ മയക്കുന്ന കറുപ്പ് എന്നൊക്കെ പറയുന്നത് പോലെ മനുഷ്യനെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ്. പല കാരണങ്ങളുണ്ടായിരിക്കാം. അതിൻ്റെ എല്ലാ കാരണങ്ങളിലേക്കും നമുക്ക് പോകാൻ സാധ്യമല്ല. എങ്കിലും അവരനെ ശത്രുവായി കണ്ടുകൊണ്ടുള്ള ഒരു വിശ്വാസവും അത് ഒരു മതവും പഠിപ്പിക്കുന്നില്ല. എല്ലാ മതങ്ങളും സ്നേഹത്തിൻ്റെയും സഹോദരത്തിൻ്റെയും ഒക്കെ പഠിപ്പിക്കലുകളാണ് നൽകുന്നത്. എന്നാൽ അതിന് പകരമായി പലപ്പോഴും മനുഷ്യൻ മതത്തെ സംരക്ഷിക്കാൻ ഇറങ്ങിയാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു ചോദ്യം, ഒരു സംശയം, നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ്, വിശ്വസിക്കുന്നവരാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ ദൈവത്തെ സംരക്ഷിക്കാൻ ഇറങ്ങാറുണ്ട്.
അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. ദൈവത്തിൻ്റെ സംരക്ഷകരായി മനുഷ്യർ മാറുമ്പോഴാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. പകരം നമ്മൾ പറയുന്നത് ദൈവം നമ്മെ സംരക്ഷിക്കുമെന്ന്, അതിന് പകരം നമ്മൾ ദൈവത്തെ സംരക്ഷിക്കാൻ ഇറങ്ങുന്നതാണ് ഇന്ന് പല പ്രശ്നങ്ങളുടെയും കാരണമായി എനിക്ക് തോന്നിയിട്ടുള്ളത്, പ്രത്യേകിച്ച് കേരളത്തിൽ പോലും. അതുകൊണ്ട് തന്നെ എല്ലാ മതങ്ങളിലും ഈ വലിയ വിശ്വാസമുണ്ട്. അവരനെ ഹനിക്കാതെ, അപരത്വത്തെ ഹനിക്കാതെയുള്ള എല്ലാ വിശ്വാസങ്ങളും ആചാരങ്ങളും അത് ഉണ്ടാകണം. എന്നാൽ പലപ്പോഴും ഇന്ന് അത് സാധിക്കുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. ഓക്കെ അച്ഛാ, ഈ ഉയർന്നു വരുന്നവരെ ചവിട്ടിത്താക്കുന്നു, നീതിബോധമുണ്ടോ എന്നുള്ളതൊക്കെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക മേഖലയിലെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇകഴ്ത്തുവാനാണോ അതോ നീതിബോധത്തോടുകൂടെ പ്രവർത്തിക്കുവാനാണോ നമ്മൾ ശ്രമിക്കുന്നത്? തീർച്ചയായും അതൊരു പ്രധാന ചോദ്യമാണ്. ഈ ചവിട്ടിത്താഴ്ത്തലുകളും എല്ലാ കാലത്തും ഉണ്ട്. ക്രിസ്തുവിനെ പോലും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അതുകൊണ്ട് അതെല്ലാ കാലത്തും ഉണ്ട്. അത് ഇല്ലാത്തൊരു കാലം ആണ് നമ്മുടെ സ്വപ്നവും പ്രതീക്ഷയും. അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് ഒരു പുരോഹിതരെന്ന നിലയ്ക്ക് നമുക്കും നീതിബോധമുള്ള, ന്യായബോധമുള്ള, സ്നേഹബോധമുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ നമുക്കും ഇടയാകണം, നമുക്കും സാധിക്കണം. നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അപരൻ്റെ ദുഃഖം നമ്മുടെ ദുഃഖമാണ്. അത് നമ്മൾ ഏറ്റെടുക്കുമായിരുന്നു. ഞാൻ താമസിച്ച ഒരു ദേശത്ത് എനിക്ക് അവിടെയുള്ള എല്ലാ ആളുകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഇടവകയിലെ ഒരാൾ വന്ന് പറഞ്ഞു, നമ്മുടെ ഇന്ന ആളിന് സുഖമില്ല, ഹൈന്ദവനാണ്, അദ്ദേഹത്തെ അച്ഛനൊന്ന് പോയി കാണണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ലിവർ സംബന്ധമായ രോഗമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. അതിനുള്ള ക്രമീകരണം ചെയ്യാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ കമ്മിറ്റ് ചെയ്തു കൊടുക്കാമെന്ന്. ഡിഗ്രിക്കാരി കുട്ടിയാണ്. അപ്പോൾ ഞാനതിൻ്റെ മുൻനിരയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ക്രമീകരണം ചെയ്തു. 50 ലക്ഷം രൂപ പിരിച്ചു. അവിടെയുള്ള ആ ദേശത്തുള്ള ആളുകളെല്ലാം തന്നു. അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ആ ക്രമീകരണം ചെയ്തു. ബ്ലഡ് കളർ ഞാൻ നോക്കിയില്ല, മതത്തിൻ്റെ കളർ ഞാൻ നോക്കിയില്ല. അദ്ദേഹം പിന്നീട് പല സന്ദർഭങ്ങളിൽ സുഖം പ്രാപിച്ചപ്പോൾ ആദ്യം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛനെ ഞാൻ ആദ്യമായിട്ട് വിളിക്കുകയാണ്. ICU കിടന്നുകൊണ്ട് എന്നെ വീഡിയോ കോൾ ഇട്ട് വിളിച്ചായിരുന്നു. ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സമൂഹത്തിൽ നമുക്കിതൊക്കെ ചെയ്യുമ്പോൾ ഇന്ന് കാണുന്ന ഈ ഒരു പ്രശ്നങ്ങൾ, മതസൗഹാർദ്ദത്തിൻ്റെ തകർച്ച എന്ന് പറയുന്നത് നമ്മളെ നൊമ്പരപ്പെടുത്തും. ഞാൻ ജീവിച്ചു വന്നത് ഹിന്ദു ബാക്ക്ഗ്രൗണ്ടുള്ള എല്ലാ ആളുകളും പാർക്കുന്ന ഒരിടമാണ്. എൻ്റെ കല്യാണത്തിന് ആദ്യം ദക്ഷിണ കൊടുത്തത് ആശാനാണ്, ഹൈന്ദവനായ ആശാനാണ്. നൊമ്പരങ്ങളിൽ നന്ദിപൂർവ്വം എന്ന ബുക്ക് ഞാൻ എഴുതിയപ്പോൾ അങ്ങനെയാണ് ചെയ്തത്. അച്ഛാ, ഇങ്ങനെ ഈ ഒരു സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തുകൂടെ എന്നാണ് എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കണമല്ലോ. ആ അച്ഛൻ്റെ ആശയം തന്നെയാണ് ഞാനും പങ്കുവെക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കണം. നമ്മൾക്കൊരുമിച്ച് ഒരുമയോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമേ ഒരു നല്ല ലോകം വിഭാവനം ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതാകണം നമ്മുടെ പ്രാർത്ഥനയും, അതിനുവേണ്ടിയാകണമല്ലോ നമ്മുടെ പ്രവർത്തനവും. തീർച്ചയായിട്ടും. അച്ഛാ, നമ്മളിപ്പോൾ ഇരിക്കുന്ന ഇടം ശ്രേയസ്സാണ്. അനേകരുടെ കണ്ണീര് ഒപ്പുവാൻ വേണ്ടി ആശ്രയമായിരിക്കുന്ന സ്ഥാപനമാണ്. ഡോക്ടർ സക്രിയാസ് മാർ തിയോഫിലോസ് സഫ്രഗൻ മെത്രാപ്പോളിത്ത തിരുമേനിയുടെ ഒരു ദർശനമാണ്. അച്ഛനിവിടെ മതം നോക്കിയാണോ ആളുകളെ എടുക്കുന്നത്, അതോ അമ്മമാരെ സ്വീകരിക്കുന്നതിൻ്റെ മാനദണ്ഡം, ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടി ചോദിച്ചാണ്, എങ്ങനെയാണ് അവർ സ്വീകരിക്കുന്നത്? 2009 ഡോക്ടർ സക്രിയാസ് മാർ തിയോഫിലോസ് സഫ്രഗൻ മെത്രാപ്പോലിത്ത ഈ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ ചുമതലയിലിരുന്ന സമയത്ത് ബഹുമാനുള്ള VS കറിയാച്ചൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു സ്ഥാപനമാണ് ഈ ശ്രേയസ്. ശ്രേയസിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് 17 വർഷം ആകുകയാണ്. ഈ ചുറ്റുപാടിന്, തുമ്പമണ്ണിനും ഇലന്തൂരിനും ഉള്ള ഈ ചുറ്റുപാടിലുള്ള അനേക ആളുകൾക്ക് ആശ്രയവും ആശ്വാസവുമാകാൻ കഴിഞ്ഞ കാലങ്ങളിൽ ശ്രേയസിന് സാധിച്ചിട്ടുണ്ട്. ശ്രേയസിന് നേതൃത്വം നൽകിയവരൊക്കെ അങ്ങനെ ഈ യാതൊരു തരത്തിലുള്ള വ്യത്യാസങ്ങളും കൂടാതെ, അത് മതമാകട്ടെ മറ്റേത് വ്യത്യാസങ്ങൾ ഒന്നും കൂടാതെ ഈ സമൂഹത്തിൽ അവരുടെ ആവശ്യമറിഞ്ഞ് പ്രവർത്തിച്ചവരാണ്. ശ്രേയസിൽ ഇന്ന് 25 ആളുകൾ താമസിക്കുന്നുണ്ട്, പ്രായമുള്ള മാതാപിതാക്കൾ താമസിക്കുന്നുണ്ട്. അതുകൂടാതെ ശ്രേയസിൻ്റെ നേതൃത്വത്തിൽ ധാരാളം മറ്റ് പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഗവൺമെൻറ് ആശുപത്രികളിൽ എല്ലാ ദിവസവുമുള്ള പ്രഭാത ഭക്ഷണം അത് എല്ലാ ദിവസവും മുടങ്ങാതെ നൽകി വരുന്നു. ഉച്ചയ്ക്ക് ഈ ചുറ്റുപാടുള്ള 22ഓളം ഭവനങ്ങളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകൾക്ക് ആഹാരം, പൊതിച്ചോറ് നൽകാറുണ്ട്. എല്ലാ മാസത്തിലും ക്യാൻസർ, കിഡ്നി രോഗികൾക്ക് ആഹാരവും ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ കിറ്റ് അത് 220ഓളം ആളുകൾക്ക് ശ്രേയസിൻ്റെ നേതൃത്വത്തിൽ നൽകി വരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ശ്രേയസ് 15ഓളം ആളുകൾക്ക് ഭവനങ്ങൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. ഇത് ഈ ചുറ്റുപാടുമുള്ള ആളുകളുടെയും അനേകരുടെയും ഒക്കെ സഹായം കൊണ്ടും സഹകരണം കൊണ്ടും നേതൃത്വത്തിലിരുന്ന
പട്ടക്കാരുടെയും മറ്റു ചുമതലക്കാരുടെയും ഒക്കെ സഹകരണം കൊണ്ടുമാണ്, നേതൃത്വം കൊണ്ടുമാണ് മുന്നോട്ട് പോയത്. ഇന്നും അത് അനുഗ്രഹകരമായി മുന്നോട്ട് പോകുന്നു. ഇതിന് യാതൊരു വ്യത്യാസങ്ങളുമില്ലാതെയാണ് ആളുകളോട് ഇടപെടുന്നത്. അതിൽ മതമോ ജാതിയോ വർഗമോ ഒരു വ്യത്യാസവുമില്ല. അതുകൊണ്ടാണ് ശ്രേയസ് ഇന്നും ഈ തുമ്പമണ്ണിൽ, ഈ ലന്തൂരിലുള്ള ആളുകൾക്ക് പ്രിയമായിരിക്കുന്നത്. അച്ഛാ, ഇത് സഭയിലുള്ള നമ്മുടെ ആളുകളിൽ നിന്നാണല്ലോ പണം കിട്ടുന്നത്. ഞാൻ ചോദിക്കുകയാണ്, ഹൈന്ദവരായിട്ടുള്ള ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? എന്തെങ്കിലും സഹായം ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും പല ആളുകളും ഇതിൽ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു ഇടപെടൽ മേഖലകളെന്ന് പറയാൻ നമ്മുടെ സഭയും ഇടവകളുമാണല്ലോ. അവിടെയാണ് നമ്മൾ കൂടുതലും പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ അവരോടാണ് കൂടുതൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്കുള്ള സഹായങ്ങൾ തീർച്ചയായും ഈ അമ്മമാരുടെ കണ്ണീരൊപ്പാനായിട്ട് കഴിയുന്നുണ്ട്. ഇവർക്ക് മക്കളൊക്കെ ഉണ്ടോ? അവർ വന്ന് കാണാനായിട്ട് ശ്രമിക്കാറുണ്ടോ? അതോ കൊണ്ടാക്കിയിട്ട് പോകുന്ന? അല്ല, തീർച്ചയായും അവർ വന്ന് കാണാറുണ്ട്. നമ്മൾ ഒരു കാലത്ത് ഇങ്ങനെയുള്ള ഈ പ്രസ്ഥാനങ്ങളെ, അതിനോടുള്ള നമ്മുടെ ഒരു മനോഭാവം മാറേണ്ടത് അത്യാവശ്യമാണ്. ഒരു കാലത്ത് നമ്മൾ അറിയാതെ തന്നെ ഈവൻ നമ്മുടെ പ്രസംഗങ്ങളിൽ തന്നെ നമ്മൾ പറയാറുണ്ട് അഗതി മന്ദിരങ്ങൾ, അല്ലെങ്കിൽ മാതാപിതാക്കളെ കൊണ്ടുവന്ന് തള്ളുന്നു എന്നൊക്കെ പറയാം. അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടൊക്കെ മാറേണ്ട സമയമായി. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രവാസത്തിൻ്റെ, മൈഗ്രേഷൻ്റെ ഒരു കാരണം മൂലം, മറ്റു പല കാരണങ്ങൾ മൂലം കുഞ്ഞുങ്ങളുടെ 1 or 2 കുഞ്ഞുങ്ങൾ മാത്രമുള്ള വീടുകൾ, അവർക്ക് അവരുടേതായ ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിക്കുമ്പോൾ പ്രായമുള്ള മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നതിലോ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നതിനോ ഒക്കെ പരാജയപ്പെട്ടു പോകുന്നുണ്ട്. അത് അവരുടെ കുറ്റമാണെന്ന് ഞാൻ പറയുന്നില്ല. സാമൂഹികമായ ഒരു യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ ഉൾക്കൊണ്ടേ മതിയാകുകയുള്ളൂ. ഉൾക്കൊണ്ടതിന് ശേഷം സഭയ്ക്ക് ഒരു പക്ഷേ ചെയ്യാൻ സാധിക്കുന്നത് വളരെ മനോഹരമായ, ജീവിതത്തിന് നല്ല അർത്ഥം നൽകുന്ന, അവരുടെ ജീവിതത്തെയും അവരുടെ അനുഭവങ്ങളെയും ഒക്കെ ബഹുമാനിക്കുന്ന നല്ല സ്ഥാപനങ്ങൾ നിർമ്മിക്കുവാനും അതിലൂടെ ഈ ജീവിത സായാഹ്നത്തിലുള്ള മാതാപിതാക്കൾക്ക് ഡിഗ്നിറ്റിയോടുകൂടി ജീവിക്കുന്നതിനുള്ള അവസരമൊരുക്കാൻ സഭയ്ക്ക് സാധിക്കണം. അച്ഛൻ നമ്മുടെ സഭയിലും സമൂഹത്തിലുമൊക്കെ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ അച്ഛാ, നമ്മൾ ഇത്രയും നേരം ശ്രേയസിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അച്ഛൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ ചോദിച്ചു. അച്ഛൻ്റെ കുടുംബം, കുടുംബത്തിൽ ആരൊക്കെ ഉണ്ട്, എങ്ങനെയാണ്? എൻ്റെ മാതാവുണ്ട്. എൻ്റെ പിതാവ് 22 വർഷം മുമ്പ് മരിച്ചുപോയി. എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ, എനിക്ക് 3 കുഞ്ഞുങ്ങളാണുള്ളത്. ഭാര്യയുടെ പേര് സിനി എന്നാണ്. കുഞ്ഞുങ്ങൾ 3 പേർ, ഒരു മകളും, ഇളയ കുഞ്ഞുങ്ങൾ ഒരു ട്വിൻസ് കുഞ്ഞുങ്ങളുണ്ട്, ഒരു മകനും മകളും. സഹോദരിയും കുടുംബവും എനിക്കുണ്ട്. ഓക്കെ. അവർ ഇന്ത്യക്ക് പുറത്താണ് ജോലി ചെയ്യുന്നത്. അതാണ് എൻ്റെ കുടുംബം. കൊച്ചമ്മയും ഈ ഒരു സംഭവത്തിൽ, ഈ സംരംഭത്തിൽ ഇടപെടുകയും ഫുൾ ടൈം ഇവിടെ തന്നെയല്ലേ വർക്ക് ചെയ്യുന്നത്? തീർച്ചയായിട്ടും. അതെ, അതും ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. അതെ, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ആളുകളോട് ഇടപെടുന്നതിലും കാര്യങ്ങൾ ചെയ്യുന്നതിലും ഭാര്യയും പ്രവർത്തിക്കുന്നു. ഓക്കെ. അച്ഛൻ ഇത്രയും നേരം അച്ഛൻ ഞങ്ങളോടൊപ്പം ഇരുന്ന് വേൾഡ് ടു വേൾഡ് TV-ക്ക് വേണ്ടി ഇത്രയും പങ്കുവച്ചാൽ നന്ദിയുണ്ട്. എല്ലാവിധമായ ആശംസകളും ശ്രേയസ്സിനും സ്രോതസ്സിനും നേരുന്നു. അനേക അമ്മമാരുടെ കാരുണ്യമായി തീരുവാൻ അച്ഛൻ്റെ ജീവിതവും ഈ സഭയുടെ പ്രവർത്തനം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛാ, താങ്ക് യു. അച്ഛൻ എന്നെ ഈ ഒരു അനുഭവത്തിലേക്ക് ക്ഷണിച്ചതിൽ വളരെ നന്ദി. ശ്രേയസ്സിനെയും സ്രോതസ്സിനെയും ഒക്കെ ഓർത്ത് വീണ്ടും പ്രാർത്ഥിക്കുക. അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ദൈവം കൂടുതൽ നന്മകൾ നൽകട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഒക്കെ സഹായിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. പുരോഹിത ദർശനത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അതിഥിയുമായി നമുക്ക് കണ്ടുമുട്ടാം.